അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങൾ, ഒന്ന് അസം, മറ്റൊന്ന് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം എന്നിവയാണ്. ഇതിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ വളരെ വർഷമായിട്ടുള്ള മമതാ ബാനർജിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് BJPയുടെ ഭരണം പശ്ചിമ ബംഗാളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. 2021 തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് വിജയത്തിനടുത്തെത്തിയതാണ്, പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. അതേസമയത്ത് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഗംഭീരമായ പ്രകടനമാണ് BJP നടത്തിയത്. 42 ലോക്സഭാ സീറ്റുകളിൽ 18 BJP പിടിച്ചെടുത്തിരുന്നു. പക്ഷെ ആ ഒരു വിജയം തുടരാൻ BJPക്ക് 2021 കഴിഞ്ഞില്ല. ഒരുപക്ഷെ 2019 അതേ ആവേശത്തിൽ തങ്ങൾക്ക് 2021 തന്നെ ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ പ്രതീക്ഷ, അല്ലെങ്കിൽ ആഗ്രഹം എന്ന് തന്നെ പറയാം. എന്നാൽ 5 വർഷത്തിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെയായാലും പശ്ചിമ ബംഗാൾ പിടിച്ചിരിക്കും എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, മുൻ BJP അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസം പശ്ചിമ ബംഗാളിൽ എത്തിയത്. അദ്ദേഹം വലിയ റാലികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും സംഘടനാപരമായ പ്രവർത്തനങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്. BJPയെ താഴെ തലം മുതൽ സംഘടിപ്പിക്കുക, അതിനുള്ള നേതൃയോഗങ്ങൾ വിളിച്ചു കൂട്ടുക, ഓരോ കാര്യകർത്താക്കളോടും തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, പൊതുവായ സ്ട്രാറ്റജി എന്ത് വേണമെന്ന് തീരുമാനിക്കുക. അങ്ങനെ തികച്ചും സംഘടനാപരമായ കാര്യങ്ങളാണ് BJP അമിത് ഷായുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസം ബംഗാളിൽ ചെയ്തത്. അതോടൊപ്പം തന്നെ അമിത് ഷാ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ബംഗാളിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം SIR-ൻ്റെതാണ്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഒരുപക്ഷെ ബീഹാറിലാണ് SIR-ന്റെ ഏറ്റവും അടുത്ത ഘട്ടം തുടങ്ങിയതെങ്കിലും, അല്ലെങ്കിൽ പുതിയ ഘട്ടം തുടങ്ങിയതെങ്കിലും, അത് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്നത് പശ്ചിമ ബംഗാളിലായിരിക്കും. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം വിദേശ നുഴഞ്ഞുകയറ്റക്കാർ, ഇൻഫിൽട്രേറ്റേഴ്സ് ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതിന് വളക്കൂറുണ്ടാക്കി കൊടുത്തത് അന്ന് ഏതാണ്ട് 30 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ച CPM ആണ്. അന്ന് CPM-ന്റെ എല്ലാ നയങ്ങളെയും നഖശിഖാന്തം എതിർത്തിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു. പിന്നീട് കോൺഗ്രസ് തെറ്റിപ്പോന്ന നേതാവാണ്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേതാവാണ് മമതാ ബാനർജി. ഒരുപക്ഷെ സ്ട്രീറ്റ് ഫൈറ്റ് നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPM-നെ അടിയറവ് പറയിപ്പിച്ച നേതാവായിരുന്നു മമതാ ബാനർജി. പക്ഷെ മമത ചെയ്തിരുന്നത് CPM-ന്റെ അതേ തന്ത്രങ്ങൾ തന്നെ. കാരണം ഏതൊരു മുസ്ലിം വോട്ടിനെ കേന്ദ്രീകരിച്ചാണോ അവരൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിരുന്നത്, അതേ സ്ട്രാറ്റജി തന്നെയാണ് മമതയും പിന്തുടർന്നിരുന്നത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർക്ക് റേഷൻ കാർഡ് കൊടുക്കുകയും അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയാണ് CPM ചെയ്തതെങ്കിൽ മമതയും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോ SIR വന്ന സമയത്ത് SIR-നെ പരസ്യമായിട്ട് എതിർക്കാനും അവരെ കായികമായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, മമതാ ബാനർജിയുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ, കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും SIR നടത്തുന്നത് പശ്ചിമ ബംഗാളിലെ ഉദ്യോഗസ്ഥരാണ്, ആ ഉദ്യോഗസ്ഥരെ വരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മമതയുടെ നിലപാട്. അപ്പൊ ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് SIR-ലായിരിക്കും. കാരണം ഏതാണ്ട് 54 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നാണ് പറയുന്നത്. അതിൽ മരിച്ച ആളുകളുണ്ടാവും, അതേപോലെ തന്നെ മണ്ഡലം മാറിയ ആളുകളുണ്ടാവും, ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുണ്ടാവും. ഇതോടൊപ്പം തന്നെയാണ് നുഴഞ്ഞുകയറ്റക്കാർ, മതിയായ രേഖകളില്ലാതെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ആളുകളും ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് വലിയൊരു ചലനങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. മധ്വ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മുമ്പിൽ നിർത്തിയാണ് ഇപ്പം മമത കളിക്കുന്നത്. കാരണം ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത് വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ്. പക്ഷേ മധ്വ വിഭാഗവും ബംഗാളിൽ നിന്നൊക്കെ വന്ന ഹിന്ദു വിഭാഗക്കാരാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന ഹിന്ദു വിഭാഗക്കാരാണ് മധ്വ വിഭാഗക്കാർ കൂടുതലും. അപ്പൊ മധ്വ വിഭാഗക്കാർക്ക് കൂടി വോട്ട് നിഷേധിക്കപ്പെടും എന്നൊരു ന്യായം മമത പറയുന്നുണ്ട്. പക്ഷെ കേന്ദ്രത്തിലെ BJP നേതൃത്വം അവര് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പൗരത്വം ഉണ്ടാവും, അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും മധ്വ വിഭാഗക്കാർക്ക് ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ പറയുന്നുണ്ട്. അപ്പൊ BJPയുടെ കേന്ദ്രമന്ത്രിയും പ്രമുഖ നേതാവുമായ ശന്തനു മുഖർജി പോലത്തെ ആളുകളൊക്കെ തന്നെ മധ്വ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. തൃണമൂൽ കോൺഗ്രസിനും മധ്വ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളുണ്ട്. അപ്പൊ ഈ മധ്വ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി BJP അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ നൽകുക,
അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുക. കാരണം BJP ഏറ്റവും അധികം ഒരു കുതിച്ചുചാട്ടം നടത്തിയത് ദിലീപ് ഘോഷ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ്. ഇന്ന് ദിലീപ് ഘോഷ് അല്പമൊക്കെ സ്വരച്ചേർച്ചയില്ലാതെ, അതായത് BJPയുടെ സുവേന്ദു അധികാരിയെ പോലുള്ള നേതാക്കന്മാരോട് അത്രയധികം സ്വരച്ചേർച്ചയില്ലായ്മ ഉള്ളത് കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള നേതാവിനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോഴത്തെ സംസ്ഥാന ഘടകം പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് അമിത്ഷാ ബംഗാളിൽ പ്രവർത്തനം നടത്താൻ നോക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യാപകമായ രീതിയിൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, റിലീജിയസ് ഔട്ട്റീച്ച് പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇസ്കോൺ നേതാക്കളെ കാണുന്നു. സിസ്റ്റർ നിവേദിതയുടെ കുടുംബ പരമ്പരാഗതമായി അവരുടെ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ പോകുന്നു. അങ്ങനെയുള്ള ഒരു നിരവധി കാര്യങ്ങൾ ഒരു ഹിന്ദു റിലീജിയസ് ഔട്ട്റീച്ച് പ്രോഗ്രാം. കാരണം ഇത് തന്നെയാണ് നേരത്തെ മമതാ ബാനർജിയും നടത്തിയത്. മമതാ ബാനർജിയും പശ്ചിമ ബംഗാളിലെ ജഗന്നാഥ ടെമ്പിളിലൊക്കെ പോവുകയും അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ രണ്ടുപേരും ഏതാണ്ട് ഒരേ കളത്തിലാണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി മമത നിലകൊള്ളുന്ന സമയത്ത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കും എന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മമതയുടെ വോട്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം ബംഗാളിൽ BJP ശക്തി ആർജിച്ച സമയത്ത് ക്ഷീണിച്ചത് കോൺഗ്രസ് ആണ്, അതേപോലെ തന്നെ CPM ആണ്. ഈ രണ്ട് പാർട്ടികളാണ് ക്ഷീണിച്ചത്. കാരണം 30 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ച CPMന് നിയമസഭയിൽ 292 അംഗ നിയമസഭയിൽ ഒരൊറ്റ അംഗം പോലുമില്ല. തൊട്ടു മുമ്പത്തെ നിയമസഭയിൽ, അതായത് 2016 അവർക്ക് 32 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് 2021 ആവുമ്പോഴേക്കും അവർക്ക് 0 അംഗങ്ങളായി. അവർക്ക് ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 25.9, ഏതാണ്ട് 26% വോട്ടുണ്ടായിരുന്ന CPMന്റെ വോട്ട് 4.7% കുത്തനെ ഇടിയാണ് ചെയ്തത്. അതേപോലെ തന്നെ കോൺഗ്രസിനാണെങ്കിൽ 44 സീറ്റ് ഉണ്ടായിരുന്നു, അത് 0 സീറ്റായി കുറഞ്ഞു. 12.2% വോട്ടുണ്ടായിരുന്നു, അത് 2.9% വോട്ടായിട്ട് കുറയാണ് ചെയ്തത്. BJP ആകട്ടെ അവരുടെ 10 സീറ്റിൽ നിന്ന് അവർ 77 സീറ്റിലേക്ക് ഉയർന്നു. BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 10% നിന്ന് 38% വർദ്ധിക്കുകയാണ് ചെയ്തത്. മമതയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 44.9 നിന്ന് 47.9 211 സീറ്റുള്ളത് 213 സീറ്റായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ തുടർന്ന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ഏതാണ്ട് അവർക്കൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 1 സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അപ്പൊ ഇതാണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതി. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ ഏത് വിധേനയും പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ സ്ട്രാറ്റജി. പക്ഷെ അവരുടെ ഏറ്റവും BJP ഉയർച്ചയിൽ വന്നത് 2019 2021 അതിനേക്കാൾ ഒരു ക്ഷീണം സംഭവിച്ചു. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP നല്ല പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയെ കെട്ടുകെട്ടിക്കുക, അതിൽ പ്രധാനമായിട്ടും മമതയുടെ അഴിമതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതേപോലെ തന്നെ വർഗീയ പ്രീണനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും BJPയുടെ പ്രകടനം നടത്തുക. അതേപോലെ തന്നെ ബംഗാളി അസ്മിതയാണ് മമത ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ BJP ബംഗാളി അസ്മിതയ്ക്കെതിരാണെന്നുള്ളൊരു പ്രചരണം നടത്താൻ അവർക്ക് പറ്റി. പക്ഷെ അത് മാറ്റിയെടുക്കാനുള്ള വളരെ കാര്യമായ ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. അതേപോലെ തന്നെ ജിയോഗ്രഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നോർത്ത് ബംഗാളിൽ BJP വളരെ സ്ട്രോങ് ആണ്. പക്ഷേ സൗത്ത് ബംഗാളിൽ TMCക്കാണ് സ്ട്രോങ്. അങ്ങനെ TMCക്ക് സ്ട്രെങ്ത് ഉള്ള, ശക്തിയുള്ള സൗത്ത് ബംഗാളിൽ നിന്ന് അവരുടെ ആ സ്വാധീനം പിടിച്ചു പറ്റുക. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും അധികം സ്വാധീനമുള്ള മറ്റൊരു പ്രദേശം കൽക്കട്ടയും സമീപ പ്രദേശങ്ങളാണ്. അങ്ങനെ കൽക്കട്ടയും സമീപ പ്രദേശങ്ങളിലുള്ള 28 നിയമസഭാ മണ്ഡലങ്ങളിൽ 22 സീറ്റിലും ജയിക്കണം എന്നുള്ളതാണ് അമിത്ഷാ പ്രവർത്തകർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അതേസമയത്ത് നോർത്ത് ബംഗാൾ BJPയുടെ കൂടെ തന്നെയാണ്, അത് തുടർന്ന് തന്നെ നിൽക്കും. 2 പാർട്ടികൾക്കും തുല്യമായ ശക്തിയുള്ള മറ്റു ചില ജംഗൾ മഹൽ തുടങ്ങിയ പ്രദേശങ്ങളുണ്ട്. അവിടെയും BJP കുറച്ചുകൂടി സ്വാധീനം നേടിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും നേടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. അതിന്റെ മുന്നോടിയായിട്ടാണ് അമിത്ഷാ 3 ദിവസത്തെ പര്യടനം നടത്തിയത്. കേന്ദ്രത്തിലെ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം അവർ പ്രാധാന്യം കൊടുക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അപ്പം ബീഹാറിലെ വിജയത്തിന് ശേഷം അവരുടെ കേഡറൊക്കെ വളരെ സജീവമായി ഉണർന്നിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വമുള്ളത്.